കേരളത്തിന്റെ മണ്ണിൽ ഇനി താമര വിരിയില്ല. ബി.ജെ.പിയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, ഇനി അവർക്കിവിടെ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഇരുന്ന് അട്ടഹസിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഭരണം കയ്യിലുണ്ടായിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന കോൺഗ്രസിന്റെ ആളുകളും പ്രതിപക്ഷത്തിരുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് മൗനാനുവാദം നൽകുന്ന CPM-കാരും ചേർന്ന് ഇവിടെ വികസനത്തിന്റെ വഴിയടയ്ക്കാൻ നോക്കുമ്പോൾ ഇതാ ഡൽഹിയിൽ നിന്ന് അവരുടെയൊക്കെ കണ്ണു തളിക്കുന്ന ഒരു ഒന്നാന്തരം വാർത്ത വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ഭരണം കിട്ടിയിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ജനങ്ങളെ പട്ടിണിക്കിട്ട് സുഖവാസവും നയിക്കുന്ന കോൺഗ്രസ് ഭരണാധികാരികളെയാണ് നിങ്ങൾ കാണുന്നത്. മറുവശത്ത് പ്രതിപക്ഷത്തിരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു സമരവുമില്ലാതെ നിയമസഭയിൽ വെറും നാടകങ്ങൾ മാത്രം കളിക്കുന്ന CPM-ഉം. ഈ രണ്ട് മുന്നണികളും ചേർന്ന് കേരളത്തെ ഒരു വികസനവുമില്ലാതെ പിന്നോട്ടടിക്കുമ്പോൾ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് മറുപടിയായി ഡൽഹിയിൽ താമരയുടെ വികസന വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ BJP-യുടെ നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസുകൾ തോറും കയറിയിറങ്ങി വികസന പദ്ധതികൾ ഓരോന്നായി പിടിച്ചു വാങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖറും VV രാജേഷും PK കൃഷ്ണദാസും അടങ്ങുന്ന സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര റെയിൽവേ മന്ത്രിമാരുമായി നടത്തിയ ആ നിർണായക ചർച്ചകൾ കണ്ടിവിടെ ചിലർക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാത്ത കുറവേയുള്ളൂ. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞ് തള്ളിയവർ ഒന്ന് കണ്ണു തുറന്ന് കാണുക. അധികാരം നോക്കിയല്ല, ജനങ്ങളോടുള്ള ഇഷ്ടം നോക്കിയാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്ന ആ വമ്പൻ വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. കേരളത്തിന്റെ മണ്ണിലെ യഥാർത്ഥ വികസനം എത്തിക്കാൻ കേന്ദ്രതലത്തിൽ അതിശക്തമായ ചർച്ചകളും ഇടപെടലുകളുമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. BJP-യുടെ കരുത്തനായ നേതാവ് രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്തെ ജനപ്രിയ BJP നേതാവ് VV രാജേഷും മുതിർന്ന നേതാവ് PK കൃഷ്ണദാസും ചേർന്ന് കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. BJP അവരുടെ വാഗ്ദാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ നാളേക്ക് വേണ്ടി എങ്ങനെയൊക്കെ വികസനം കൊണ്ടുവരാൻ കഴിയുമോ അതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കേന്ദ്ര കൃഷിക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും അവരുടെ ഓഫീസുകളിൽ നേരിട്ടെത്തി കണ്ട് പദ്ധതികൾ ഒന്നിനു പുറകെ ഒന്നായി നേടിയെടുക്കുകയാണ് ഈ നേതാക്കൾ. വികസനം എന്നാൽ വെറും വാക്കുകളല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വികസിത തിരുവനന്തപുരവും വികസിത കേരളവും എന്ന ലക്ഷ്യത്തിലേക്ക് അവർ അതിശക്തമായി ചുവടുവെച്ചു കഴിഞ്ഞു. ഈ ചർച്ചകൾ വെറും ഒരു ചായയോടി സൗഹൃദ സംഭാഷണമല്ല, മറിച്ച് കേരളത്തിന്റെ യാത്രാ കാർഷിക മേഖലകളുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒന്നാണ്. തിരുവനന്തപുരം സൗത്ത് അഥവാ നേമം ടെർമിനൽ പദ്ധതിയുടെ സമഗ്ര വികസനമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ചർച്ച ചെയ്തത്. നേമം ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ ഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകും. വിവിധ സ്റ്റേഷനുകളിൽ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കുക, അത്യാധുനിക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക, റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും ആധുനികവൽക്കരിക്കുക തുടങ്ങിയ വൻ പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾ തന്നുകൊണ്ട് കേരളത്തോട് മോദി സർക്കാരിനുള്ള സ്നേഹം കേന്ദ്രം തെളിയിച്ചതാണ്. ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ വലിയ അത്യാധുനിക വികസനങ്ങളായിരിക്കും. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കാനും കർഷകർക്ക് നേരിട്ട കേന്ദ്ര സഹായങ്ങൾ എത്തിക്കാനും കൃഷിഭവനിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന BJP-യുടെ വികസന കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിത്വത്തിന്റെ ദീർഘവീക്ഷണവും പ്രവർത്തന മികവും തിരിച്ചറിയേണ്ടത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അതേ ഭരണപരിചയവും ആഗോളതലത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും ഇപ്പോൾ കേരളത്തിന്റെ വികസനത്തിനായി അദ്ദേഹം പൂർണ്ണമായി ഉപയോഗിക്കുകയാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പ്രധാനമെന്ന് അദ്ദേഹം തന്റെ പ്രവർത്തനത്തിലൂടെ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുമായി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് VV രാജേഷ്. തലസ്ഥാന നഗരിയുടെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വികസന ആവശ്യങ്ങളും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കൃത്യമായി അറിയാവുന്ന VV രാജേഷിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിന്റെ സാന്നിധ്യം ഈ ചർച്ചകൾക്ക് കൂടുതൽ കരുത്തു പകർന്നു. തിരുവനന്തപുരത്തെ ഒരു ആഗോള നഗരമാക്കാനും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ഈ നേതാക്കൾക്ക് കൃത്യമായ റൂട്ട് മാപ്പ് ഉണ്ട്. അതിനൊപ്പം റെയിൽവേ രംഗത്തെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച PK കൃഷ്ണദാസ് കൂടി ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രിമാർക്ക് മുന്നിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം എന്നത്.
ഇനി നമുക്ക് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ CPM സർക്കാരിലേക്കും അവരെ ചോദ്യം ചെയ്യാൻ ഭയന്ന് മൗനാനുവാദം നൽകിയ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിലേക്കും ഒന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ഭരണത്തിലിരുന്നിരുന്ന CPM സർക്കാർ എന്താണ് ഇവിടെ ചെയ്തത്? കർഷകരുടെ പ്രശ്നങ്ങളോട് കടുത്ത അവഗണന മാത്രമാണ് അവർ കാണിച്ചത്. നെല്ല് സംഭരിച്ച തുക ചോദിച്ച് കർഷകർ തെരുവിൽ കരയുമ്പോൾ, റബ്ബർ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഭരിക്കുന്നവർ വിദേശയാത്രകളുടെയും കടമെടുപ്പിന്റെയും തിരക്കിലായിരുന്നു. അന്ന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ആകട്ടെ നിയമസഭയിൽ വെറും നാടകങ്ങൾ കളിച്ചതല്ലാതെ കർഷകർക്ക് വേണ്ടി ഒരു അക്ഷരം ശബ്ദിച്ചില്ല. തങ്ങൾക്ക് കിട്ടിയ MP സ്ഥാനങ്ങൾ വെച്ച് ഡൽഹിയിൽ പോയി കേരളത്തിന് വേണ്ടി ഒരു വികസന പദ്ധതി പോലും കൊണ്ടുവരാൻ അന്ന് അവർക്ക് കഴിഞ്ഞില്ല. കർഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ വഞ്ചിച്ച ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ സ്വന്തമായ ഒരു വികസന കാഴ്ചപ്പാടും ഇവർക്കില്ല. കർഷകദ്രോഹ സർക്കാരിന്റെ വീഴ്ചകൾ കണ്ട് തകർന്നടിഞ്ഞ കേരളത്തിന്റെ കാർഷിക മേഖലയെ പുനർജീവിപ്പിക്കാനാണ് ഇപ്പോൾ BJP നേതാക്കൾ കേന്ദ്ര കൃഷി മന്ത്രിയുമായിട്ടും മറ്റും പ്രത്യേക സഹായങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ ജനപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വലിയ മനസ്സ് കാണേണ്ടത്. രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല മോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആര് ഭരിക്കുന്നു, ആരൊക്കെ കേന്ദ്രത്തെ തെറി വിളിക്കുന്നു എന്നതൊന്നും വികസനം കൊടുക്കുമ്പോൾ നരേന്ദ്രമോദി നോക്കാറില്ല. കാരണം അദ്ദേഹത്തിന് മുന്നിൽ രാഷ്ട്രീയമില്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങളാണ് പ്രധാനം. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തോട് എന്നും ഒരു പ്രത്യേക സ്നേഹമാണ് പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകൾ തന്നുകൊണ്ട് ആ സ്നേഹം കേന്ദ്രം മുൻപും തെളിയിച്ചു. ഇപ്പോൾ ഇതാ നേമം ടെർമിനൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ അത് വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെയുള്ള ഭരണാധികാരികൾ കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം നിൽക്കാൻ നോക്കിയാലും ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ പ്രധാനമന്ത്രി കാണിക്കുന്ന ആ ആർജവമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണം. ഇതാണ് ആളുകൾ എപ്പോഴും പറയുന്ന മോദി ഗ്യാരണ്ടി. മോദി ഗ്യാരണ്ടി എന്നാൽ വെറും തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല, അത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന ഉറപ്പാണെന്ന് ഇപ്പോൾ വ്യക്തമായി. കോൺഗ്രസ് സർക്കാരിനെ പോലെ വാഗ്ദാനങ്ങൾ വായുവിൽ പറത്തുന്ന ശീലമില്ലാത്ത, CPM-നെ പോലെ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് കാട്ടാത്ത, ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ നായകന്റെ ഉറപ്പാണിത്. ആ മോദി ഗ്യാരണ്ടിയുടെ തണലിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും VV രാജേഷും ഡൽഹിയിൽ ചെന്ന് കേരളത്തിനുള്ള പദ്ധതികൾ വാങ്ങിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിലേക്കും CPM-ന്റെ പ്രതിപക്ഷത്തിലേക്കും ഒന്ന് നോക്കാം. ഭരണത്തിലേറിയ കോൺഗ്രസ് സർക്കാർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? കാർഷിക മേഖലയെ പൂർണ്ണമായും തഴഞ്ഞ് കർഷകരുടെ പ്രശ്നങ്ങളോട് കടുത്ത അവഗണന മാത്രം കാണിച്ചു. പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആകട്ടെ നിയമസഭയിൽ വെറും നാടകങ്ങൾ കളിച്ചതല്ലാതെ കർഷകർക്ക് വേണ്ടി ഒരു ശബ്ദവും അവർ ഉയർത്തിയില്ല. BJP നേതാക്കളുടെ ഈ മാസ് വികസന മുന്നേറ്റത്തെക്കുറിച്ചും കോൺഗ്രസ് CPM മുന്നണികളുടെ കപട നാടകങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.